Good morning, dears. In നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഒരു പ്രോബ്ലമാണ്. ഡബിൾ പെൻഡുലം കൺസിസ്റ്റ് ഓഫ് 2 point masses m attached by string of length l as shown in the figure. The kinetic energy of the pendulum is. അപ്പോൾ ഈ ഡബിൾ പെൻഡുലത്തിൻ്റെ കൈനറ്റിക് എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 2 മാസസ് ഉള്ളത് കൊണ്ട് ഈ 2 മാസം മൂലം ആക്ട് ചെയ്യുന്ന കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. സോ T is equal to half m into x dot square plus y dot square ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ 2 പോയിൻറ്റ് മാസ് ഉള്ളതുകൊണ്ട് അത് 2 മൂലമുള്ള കൈനറ്റിക് എനർജി എഴുതണം. സോ ടി ഈസ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു x1 ഡോട്ട് സ്ക്വയർ പ്ലസ് x2 y1 ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് എം ഇൻറ്റു x2 ഡോട്ട് സ്ക്വയർ പ്ലസ് y2 ഡോട്ട് സ്ക്വയർ. നമുക്ക് ആദ്യം x1 എന്താണെന്ന് കണ്ടുപിടിക്കാം. x1 എന്ന് പറയുമ്പോൾ ഈ ഒറിജിനിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് x1. y1 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് y1. അപ്പോൾ നമ്മൾ ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് യൂസ് ചെയ്യുവാണെങ്കിൽ x1 ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ഇൻറ്റു എൽ എന്ന് നമുക്കറിയാം. കാരണം ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് സൈൻ തീറ്റ. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു എൽ സൈൻ തീറ്റ 1. y1 ഈസ് ഈക്വൽ ടു എന്താണ്, ഇത് അഡ്ജസൻറ്റ് സൈഡാണ്. സോ എൽ കോസ് തീറ്റ 1. അപ്പം x1 ഡോട്ട് എന്ന് പറയുന്നത് എൽ തീറ്റ ഡോട്ട് 1 കോസ് തീറ്റ 1. y1 ഡോട്ട് എന്ന് പറയുന്നത് മൈനസ് എൽ തീറ്റ 1 ഡോട്ട് സൈൻ തീറ്റ 1. മൈനസ് എങ്ങനെയാണ് വന്നത്? കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് സൈൻ തീറ്റയാണ്. ഇനി x2 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും x2. അതിൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളത് x1 ആണ്. ബാക്കി ഇതിനെ ഞാൻ x എന്ന് കൊടുക്കുകയാണ്. സോ x2 ഈസ് ഈക്വൽ ടു x1 പ്ലസ് എക്സ്. x1 എന്ന് പറയുന്നത് നമുക്ക് എന്താ അറിയാം, എൽ സൈൻ തീറ്റ 1 ആണ്. എക്സ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ആംഗിൾ തീറ്റ 2 ആണ്. ഇത് ഓപ്പോസിറ്റ് സൈഡാണ്, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ എക്സ് എന്ന് പറയുന്നത് എൽ സൈൻ തീറ്റ 2 ആയിരിക്കും. സോ എൽ സൈൻ തീറ്റ 1 പ്ലസ് എൽ സൈൻ തീറ്റ 2. ഇനി y2 ഇസ് ഈക്വൽ ടു y1 പ്ലസ് y. അപ്പോൾ എങ്ങനെ വരും? y1 എന്ന് പറയുന്നത് മൈനസ് എൽ കോസ് തീറ്റ 1 ആണ്. y എന്ന് പറയുമ്പോൾ തീറ്റയുടെ അഡ്ജസൻറ്റ് സൈഡാണ്. സോ പ്ലസ് എൽ കോസ് തീറ്റ 2 എന്ന് വരും. ഇനി x2 ഡോട്ട് എടുക്കുമ്പോൾ നമുക്ക് എൽ തീറ്റ 1 ഡോട്ട് കോസ് തീറ്റ 1 പ്ലസ് എൽ ഡിഫറൻഷ്യേറ്റ് എടുക്കുമ്പോൾ തീറ്റ 2 ഡോട്ട് 1 കോസ് തീറ്റ 2. y2 ഡോട്ട് എന്ന് പറയുമ്പോൾ എൽ തീറ്റ 1 ഡോട്ട് മൈനസ് സൈൻ തീറ്റ 1 പ്ലസ് എൽ തീറ്റ 2 ഡോട്ട് മൈനസ് സൈൻ തീറ്റ 2. അപ്പോൾ നമുക്ക് മൈനസിനെ പുറത്തെടുക്കുകയാണെങ്കിൽ മൈനസ് ഓഫ് എൽ തീറ്റ 1 ഡോട്ട് സൈൻ തീറ്റ 1 പ്ലസ് എൽ തീറ്റ 2 ഡോട്ട് സൈൻ തീറ്റ 2. ഇനി നമുക്കിത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഹാഫ് എം ഇൻറ്റു x1 ഡോട്ട് സ്ക്വയർ. അപ്പോൾ എൽ തീറ്റ 1 ഡോട്ട് കോസ് തീറ്റ 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 എന്ന് പറയുമ്പോൾ എൽ y1 ഡോട്ട് L1 തീറ്റ 1 ഡോട്ട് സൈൻ തീറ്റ 1 ദി ഹോൾ സ്ക്വയർ പ്ലസ് ഹാഫ് എം ഇൻറ്റു x2 ഡോട്ട് സ്ക്വയർ. x2 ഡോട്ട് എന്ന് പറയുമ്പോൾ എൽ തീറ്റ 1 ഡോട്ട് കോസ് തീറ്റ 1 പ്ലസ് എൽ തീറ്റ 2 ഡോട്ട് കോസ് തീറ്റ 2 ഡോട്ട് ഹോൾ സ്ക്വയർ പ്ലസ് y2 ഡോട്ട് സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് ഓഫ് എൽ തീറ്റ 1 ഡോട്ട് സൈൻ തീറ്റ 1 പ്ലസ് എൽ തീറ്റ 2 ഡോട്ട് സൈൻ തീറ്റ 2 ദ ഹോൾ സ്ക്വയർ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഹാഫ് എം, ഇതെല്ലാം സ്ക്വയർ ചെയ്യും. അപ്പം എൽ സ്ക്വയർ തീറ്റ 1 ഡോട്ട് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ 1 പ്ലസ് എൽ സ്ക്വയർ തീറ്റ 1 ഡോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 1. അപ്പോൾ ഇതിൽ നമ്മൾ എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയറിനെ പുറത്തെടുക്കുകയാണെങ്കിൽ അകത്ത് പിന്നെ എന്തുണ്ടോ, കോസ് സ്ക്വയർ തീറ്റ 1 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 1 ആവും. അപ്പോൾ നമുക്കിതിനെ ഹാഫ് എം ഇൻറ്റു എൽ സ്ക്വയർ തീറ്റ ഡോട്ട് 1 ദ ഹോൾ സ്ക്വയർ എഴുതാം. മറ്റേത് കോസ് സ്ക്വയർ തീറ്റ 1 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആയിപ്പോൾ പ്ലസ് ഇവിടുത്തെ എക്സ്പാൻഷൻ ഹാഫ് എം ഇൻറ്റു
ഇത് എ ബി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ സ്ക്വയർ എൽ സ്ക്വയർ തീറ്റ 1 ഡോട്ട് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ 1 പ്ലസ് ബി സ്ക്വയർ എൽ സ്ക്വയർ തീറ്റ 2 ഡോട്ട് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ 2 പ്ലസ് 2 എൽ തീറ്റ 1 ഡോട്ട് കോസ് തീറ്റ 1 എൽ തീറ്റ 2 ഡോട്ട് കോസ് തീറ്റ 2 പ്ലസ് ഇതും എ പ്ലസ് ബി ഹോൾ സ്ക്വയർ സ്ക്വയർ ചെയ്യുമ്പോൾ എൽ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 1 പ്ലസ് എൽ സ്ക്വയർ തീറ്റ 2 ഡോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 2 പ്ലസ് 2 എൽ തീറ്റ ഡോട്ട് 1 സൈൻ തീറ്റ 1 ഇൻറ്റു എൽ തീറ്റ 2 ഡോട്ട് സൈൻ തീറ്റ 2. അപ്പോൾ ഇതിൻ്റെ അകത്ത് എൽ സ്ക്വയർ തീറ്റ ഡോട്ട് 1 സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ 1 പ്ലസ് എൽ സ്ക്വയർ തീറ്റ 1 ഡോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ 1ൻ്റെ അകത്തുനിന്ന് നമുക്ക് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. ഇത് പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു ടേം കിട്ടും. അപ്പോൾ നമുക്കിത് വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഹാഫ് എം എൽ സ്ക്വയർ തീറ്റ 1 ഡോട്ട് സ്ക്വയർ പ്ലസ് ഹാഫ് എം ഈ രണ്ട് ടേമും കൂടെ എടുക്കുമ്പോൾ ഇവിടെ ഇത് 1 ആയി പോവും. ബാക്കി എൽ സ്ക്വയർ തീറ്റ 1 ഡോട്ട് സ്ക്വയർ പിന്നെ ഈ രണ്ട് ടേമും കൂടെ എടുക്കുമ്പോൾ ഇവിടെയും കോസ് സ്ക്വയർ തീറ്റ 2 പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആയി പോവും. ബാക്കി ഉള്ളത് എൽ സ്ക്വയർ തീറ്റ 2 ഡോട്ട് സ്ക്വയർ ആണ് പ്ലസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ 2L തീറ്റ 1 ഡോട്ട് തീറ്റ 2 ഡോട്ട് ഇത്രയും പുറത്തെടുക്കുകയാണെങ്കിൽ അകത്ത് എന്തുണ്ട് കോസ് തീറ്റ 1 കോസ് തീറ്റ 2 പ്ലസ് സൈൻ തീറ്റ 1 സൈൻ തീറ്റ 2. അപ്പോൾ ഇതെന്ന് പറയുന്നത് കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്നുള്ള ഫോർമുലയല്ലേ. അപ്പം കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ന് പറഞ്ഞാൽ എന്താ കോസ് എ മൈനസ് ബി. അപ്പോൾ ഇതെന്താവും കോസ് തീറ്റ 1 മൈനസ് തീറ്റ 2. അപ്പോൾ ഇതിങ്ങനെ വരും. ഹാഫ് എം നമുക്ക് ഇതിൽ നിന്നെല്ലാം പുറത്തെടുക്കുകയാണ്. അകത്ത് എന്തുണ്ട് എൽ സ്ക്വയർ തീറ്റ 1 ഡോട്ട് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ തീറ്റ 1 ഡോട്ട് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ തീറ്റ 2 ഡോട്ട് സ്ക്വയർ പ്ലസ് 2L തീറ്റ ഡോട്ട് 1 തീറ്റ ഡോട്ട് 2 ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് തീറ്റ 2. എൽ സ്ക്വയർ എല്ലാം പുറത്തെടുത്ത് കഴിയുമ്പം ഹാഫ് എം ഇൻറ്റു എൽ സ്ക്വയർ അകത്ത് തീറ്റ 1 ഡോട്ട് സ്ക്വയർ പ്ലസ് തീറ്റ 1 ഡോട്ട് സ്ക്വയർ 2 തീറ്റ 1 ഡോട്ട് സ്ക്വയർ പ്ലസ് തീറ്റ 2 ഡോട്ട് സ്ക്വയർ പ്ലസ് 2L എൽ പോയി ഇവിടെ എൽ സ്ക്വയർ ഉണ്ട് തീറ്റ 1 ഡോട്ട് തീറ്റ 2 ഡോട്ട് കോസ് തീറ്റ 1 മൈനസ് തീറ്റ 2. ഇതാണ് നമ്മുടെ കൈനറ്റിക് എനർജി ഓഫ് ഡബിൾ പെൻഡുലം.